തിരികെ എത്തുമ്പോൾ നമ്മൾ വാർത്തകളിലേക്കല്ല, തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഒരുങ്ങുകയാണ്. ഇന്നൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. റോഡുകളിലും ആകെ അമ്പലങ്ങളിലും ഒക്കെ ആകെയായിട്ട് നമ്മൾ നേരെ ആറ്റുകാലിലേക്ക് പോവുകയാണ്. ആറ്റുകാലിൽ നിന്നും ഈ വിവരങ്ങളും കാഴ്ചകളും ഒക്കെ പങ്കുവയ്ക്കാനായി ജയലക്ഷ്മി, സന്ധ്യപ്രഭ, TS ഹരികൃഷ്ണ എന്നിവർ ചേരുന്നുണ്ട്. ജയ, സന്ധ്യ, ഏതൊക്കെ ഇപ്പോൾ തന്നെ തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഉള്ള ദിവസങ്ങളിലെ ഓരോ ആചാരങ്ങളും പൂജകളും ഒക്കെ ഏത് തരത്തിലാണ്? ഒപ്പം തന്നെ ആളുകളൊക്കെ വന്ന് നിറഞ്ഞു തുടങ്ങിയോ? നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ തിരക്കിനിടയിലാണ് നിൽക്കുന്നത്. എല്ലാവിധ ഭക്തജനങ്ങളും ആറ്റുകാൽ അമ്മയെ ഒരു നോക്ക് കാണാൻ, ദർശനം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയ തിരക്കാണുള്ളത്. സമയമാണ്. ഇന്ന് ഉത്സവത്തിന്റെ 7ാം ദിവസമാണ്. മറ്റന്നാൾ 9ാം ദിവസം ആറ്റുകാൽ പൊങ്കാലയാണ്. ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. നിരവധി ഭക്തജനങ്ങളാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. ഒരുപാട് അമ്മമാർ, ചേട്ടന്മാർ, ചേച്ചിമാർ, കുട്ടികൾ, ചെറിയ മക്കളൊക്കെ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഒത്തിരി പേര്, കുറച്ച് അമ്മമാർ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. അമ്മേ, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സ്ഥിരം ഇടുന്നതാണോ? അതെ, ഇവിടുത്തെ കാര്യമാണ്. പൊങ്കാല ഇടാനായിട്ട് നേരത്തെ എത്തിയതാണ്? നേരത്തെ വന്നതാ, എല്ലാ വർഷവും വരുന്നതാ. പൊങ്കാല കഴിഞ്ഞ ഇനിയും എവിടെയാ പൊങ്കാല ഇടുന്നത്? എവിടെയാ? ഞങ്ങള് മരുതൂർക്കട. നേരത്തെ വന്നു, സ്ഥലമൊക്കെ ബുക്ക് ചെയ്തു. നേരത്തെ 17ാമത്തെ വർഷം. ഞങ്ങളങ്ങനെ തുടർച്ചയായിട്ട് വരുന്ന ആൾക്കാരാ. ഞങ്ങൾ വരും. പിന്നെ അടുത്ത വർഷം പെട്ടെന്ന് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കും. എൻ്റെ ബന്ധു വീടുണ്ട്. ആ ബന്ധു വീടിനാണ് ഞങ്ങൾ താമസിക്കുന്നതും. അവിടെ തന്നെ പൊങ്കാല ഇടുന്നതും. നമ്മുടെ ഒരുപാട് ആറന്മുളക്കാരാണ് ഇവര്. നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. മറ്റന്നാൾ പൊങ്കാലയിടാൻ ഈ അമ്മ നേരത്തെ പറഞ്ഞതുപോലെ 17ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ പൊങ്കാലയിടാൻ വരുന്നത്. അങ്ങനെ ദൂരം നിന്നുള്ളവരൊക്കെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പൊങ്കാലയിടാനുള്ള സ്ഥലമൊക്കെ പിടിച്ച് എല്ലാവരും ഇപ്പോൾ അമ്മയെ കാണാൻ, ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അമ്മയുടെ ദർശനത്തിനായി ക്യൂ നിൽക്കുകയാണ്. ഒരുപാട് പേർ നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ആളുകൾ എല്ലാവരും വളരെ ദിവസങ്ങൾക്ക് മുന്നേ എത്തി ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലും ഇവിടുത്തെ വീടുകളിലും ഒക്കെ അവർ ഒരുമിച്ച് താമസിച്ച് നിന്ന് അങ്ങനെയാണ് അവർ ഈ പൊങ്കാലയെ വരവേൽക്കുന്നത്. ഇതാ ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. അതിലേക്കുള്ള ഒരു ഒരുക്കങ്ങളാണ് ഈ ഭക്തരെല്ലാവരും നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ കുറച്ച് മഴക്കോളുണ്ട്, മഴ പൊടിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഭക്തജന പ്രവാഹം ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. അവർക്ക് എല്ലാവർക്കും ദേവിയെ ഒരു നോക്ക് കാണുക പൊങ്കാലയ്ക്ക് മുമ്പ്. സന്ധ്യ പറഞ്ഞ പോലെയാണ്, പൊങ്കാല സമയത്ത് തീർച്ചയായിട്ടും എല്ലാവർക്കും ദർശനം സാധ്യമാവുകയില്ല. കാരണം അത്രമാത്രം തിരക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ ഈ ആളുകൾക്ക് അവര് തൊഴുതിട്ട് പോകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. അതാണ് നമുക്ക് പിന്നിൽ കാണുന്ന ഈ ഭക്തജന കൂട്ടം. കാരണം അത്രമാത്രം ആളുകളാണ് വരുന്നത്. ജയലക്ഷ്മി, കിഴക്കേക്കോട്ടയിൽ നിന്ന് അവിടുത്തെ തിരക്ക്, അവിടുത്തെ കച്ചവടത്തിന്റെ ഒക്കെ കാര്യങ്ങൾ പറയാൻ ഗോകുൽനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഗോകുൽ, അവിടുത്തെ തിരക്കും കാര്യങ്ങളും കച്ചവടങ്ങളും ഒക്കെ, ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? ജയലക്ഷ്മി, സന്ധ്യ, തീർച്ചയായും വലിയ തിരക്കാണ് ഈ കിഴക്കേക്കോട്ടയിലെ വീതികളിലുള്ളത്. ഈ കച്ചവടങ്ങളിലൊക്കെ ഏറിയ പങ്കും സ്ത്രീകൾ തന്നെയാണ് കച്ചവടം നിയന്ത്രിക്കുന്നതും. പൊങ്കാല കലങ്ങളായാലും അതേപോലെ തന്നെ തവികളും, അങ്ങനെ പൊങ്കാലയ്ക്ക് വേണ്ടുന്ന എല്ലാവിധ വസ്തുക്കളും, A to Z വസ്തുക്കളും ഇവിടെ തന്നെ ലഭിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ തിരക്ക് ഇന്നുമുണ്ട്. ഈ പൊങ്കാല ദിവസം വൈകുന്നേരം വരെ ഈ കച്ചവടങ്ങൾ മുൻപോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴും ഈ കച്ചവടങ്ങളൊക്കെ മുൻപോട്ട് പോവുകയും വലിയ അത്ഭുതപൂർവമായ തിരക്കാണ് റോഡുകളിലെല്ലാം ഉള്ളത്. ഈ ആറ്റുകാൽ ക്ഷേത്രം മുതൽ ഈ കിഴക്കേക്കോട്ട വരെയുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ തിരക്ക് ഈ സമയത്തൊക്കെ അനുഭവപ്പെടുകയും ചെയ്യും. ചേച്ചി, എല്ലാ സാധനങ്ങളും വാങ്ങിയോ? അയ്യോ, വാങ്ങിയിട്ടില്ല. കലമുണ്ട്, അരിയുണ്ട്, അത്യാവശ്യം ഒരു കാര്യങ്ങളെല്ലാം. ചേച്ചി വാങ്ങിയോ? വാങ്ങി. കലവും പൊങ്കാലേന്റെ സാധനമൊക്കെ വാങ്ങി. പ്രത്യേകം കടും പായസം അങ്ങനത്തെ ഉള്ളു. എന്തായാലും വലിയ തിരക്ക് തന്നെയാണ് കിഴക്കേക്കോട്ടയിലുള്ളത്. കിഴക്കേക്കോട്ടയിലെ ഒരു റോഡിന്റെ ഒരു വശം മുതൽ അങ്ങേ അറ്റം വരെ വലിയ തിരക്കാണ്. കലക്കച്ചവടം മാത്രമല്ല, മറിച്ച് പൊങ്കാലയ്ക്ക് വേണ്ടുന്ന എല്ലാ വസ്തുക്കളും ലഭിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇവിടുത്തെ ഓരോ പ്രദേശങ്ങളിലേക്കും കച്ചവടവും പൊടിപൊടിക്കുകയാണെന്നുള്ളതാണ്. എന്തായാലും ഈ പൊങ്കാല ദിവസം വൈകുന്നേരം വരെ ഇത്തരത്തിൽ ഈ തിരക്ക് തുടരുകയും ചെയ്യും. അത്രത്തോളം തിരക്ക് ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ആഘോഷമാക്കുകയാണ് പൊങ്കാലയെ തിരുവനന്തപുരത്തുള്ളവർ. എന്തായാലും തിരുവനന്തപുരത്തെ ഓരോ വീടുകളിലും ഇത്തരത്തിൽ നിരവധി പ്രദേശങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും തമിഴ്നാട്ടിൽ
നിന്നുമൊക്കെ നിരവധി ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തുകയും പൊങ്കാല അർപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അത്രത്തോളം തിരക്ക് റോഡുകളിലും അനുഭവപ്പെടുന്നുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങളുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കിഴക്കേക്കോട്ടയിലെ പ്രദേശത്ത് കച്ചവടമൊക്കെ മുൻപോട്ട് പോകുന്നുണ്ട്. അത്രത്തോളം വലിയ തിരക്കും അത്ഭുതപൂർവമായ തിരക്കാണ്. ഇനി നാളെ വരും ദിവസങ്ങളിലുമൊക്കെ ഈ തിരക്ക് തുടരുകയും ചെയ്യും. പൊങ്കാല ദിവസം രാവിലെ വരെ ഈ കച്ചവടങ്ങളൊക്കെ ശക്തമായി നടക്കുകയും വൈകുന്നേരത്തോടുകൂടി ഇത്തരത്തിൽ ഈ പൊങ്കാല അർപ്പിച്ച ആളുകൾ ഈ പോകുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്ന് കലങ്ങളൊക്കെ മാറ്റുന്നതുമാണ് പതിവ്. എന്തായാലും അത്രത്തോളം തിരക്ക് തിരുവനന്തപുരത്തെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. റോഡിൽ വലിയ തിരക്കുണ്ട്. എന്തായാലും കച്ചവടങ്ങൾ മുൻപോട്ട് പോകുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ എല്ലാവിധ വസ്തുക്കളും ഒരു പൊങ്കാലയ്ക്ക് വേണ്ടുന്ന എല്ലാവിധ വസ്തുക്കളും ഇവിടെ ലഭിക്കുമെന്നുള്ളതാണ്. അരി തൊട്ട് അതേപോലെ തന്നെ പൂജാ വസ്തുക്കൾ, അങ്ങനെ അവിടെ കിഴക്കേക്കോട്ടയിലെ വിശേഷങ്ങളാണ് ഗോകുൽനാഥ് പങ്കുവെച്ചത്. ജയലക്ഷ്മി, ഈ മൺകലങ്ങളുടെയൊക്കെ വിൽപ്പന എന്ന് പറഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ പൊങ്കാല അർപ്പിക്കാനുള്ള മൺകലങ്ങളൊക്കെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അതിന്റെ വിൽപ്പനയൊക്കെ തുടങ്ങും. തീർച്ചയായിട്ടും ആളുകൾ എല്ലാവരും ദിവസങ്ങൾക്ക് മുന്നേ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരുക്കങ്ങൾ തുടങ്ങുമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പല സ്ഥലങ്ങളിലും ഈ പൗരസമിതിയുടെ നേതൃത്വത്തിലും ക്ഷേത്രങ്ങളുടെ ഒക്കെ നേതൃത്വത്തിലും പല പലയിടങ്ങളിലും ദേവിയുടെ വിഗ്രഹം വെച്ച് അവിടെ ഈ ഫലമൂലാദികളും അതുപോലെ തന്നെ ഈ പൂജാദ്രവ്യങ്ങളും ഒക്കെ വെച്ച് അവിടെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു കൂട്ടായ തിരുവനന്തപുരത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഈ ഒരു ആഘോഷമുണ്ട് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു കാണാമല്ലേ, നാരിക വിളക്ക് കത്തിക്കുന്നതൊക്കെ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും. ഒരു പക്ഷേ ജയലക്ഷ്മി, ഇവിടെ ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും പല കാരണങ്ങൾ കാരണം എത്താൻ കഴിയാതെ പോയ ഒരുപാട് ഭക്തജനങ്ങൾ ഉണ്ടാവാം. അവർക്കൊക്കെ വേണ്ടിയിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഈ കാഴ്ചകളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ മാതൃഭൂമി ന്യൂസ് സംഘം ആറ്റുകാൽ ക്ഷേത്രത്തിലുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ, വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സമഗ്ര കവറേജുമായി മാതൃഭൂമി ന്യൂസ് ആറ്റുകാൽ പൊങ്കാലയ്ക്കൊപ്പമുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഇപ്പോൾ കാണാൻ സാധിക്കും. നാരങ്ങ വിളക്ക് കത്തിക്കുകയാണ്. ഭക്തർ എല്ലാവരും അവരുടെ ആവശ്യങ്ങൾ ദേവിയോട് പറഞ്ഞ് ആ ഒരു അനുഗ്രഹം തേടാനായി ആറ്റുകാൽ അമ്പലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ് ഈ നാരങ്ങ വിളക്ക് കത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അത് അവർ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഓരോ ആളുകളും അങ്ങേയറ്റം സന്തോഷവും അതേപോലെ അനുഗ്രഹവും തേടിയാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. സന്ധ്യ, അതേപോലെ ഈ ആറ്റുകാൽ അമ്പലത്തിൽ വരുന്ന ആളുകൾക്കെല്ലാവരും അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സൗഹൃദമാണ്. ഇവരാരും ഒരുമിച്ച് വരുന്ന ആളുകളല്ല എന്നുള്ളതാണ്. ഇവരെല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നും വന്നവരാണ് എന്നുള്ളതാണ്. ഇവിടെ വന്ന ശേഷം അവർ ഒത്തൊരുമിച്ച് നിന്ന് പോകുന്നു എന്നുള്ളതാണ് അതിലേറ്റവും മനോഹരമായ കാര്യം. ചേച്ചി, നമുക്ക് പ്രേക്ഷകരിൽ ചേച്ചി കുറെ നാളായിട്ട് ഇവിടെ പൊങ്കാലിടാൻ വരുന്നതാണ്. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ്. ഇവിടുത്തെ കാര്യമാണോ? അല്ലല്ല, നാട് മലപ്പുറം. പൊങ്കാലിടാൻ വന്നതാണ്. പൊങ്കാല ഇടുന്നുണ്ട്. പൊങ്കാല ഇടുന്നത് ഞങ്ങള് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ പ്രിയ ലോഡ്ജ്. നേരത്തെ സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ട് പൊങ്കാല. ആറ്റുകാൽ അമ്മയോടുള്ള ഒരു ഭക്തി, ആ സ്നേഹമൊക്കെ ഒന്ന് പറയാമോ? മലപ്പുറത്തുനിന്ന് വന്നിരിക്കുന്നതാണ്, അപ്പോൾ അത് കേട്ടാൽ കൊള്ളാം. ആ ടെമ്പിള് വിളിച്ചാൽ വിളി കേൾക്കും. വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ്. അമ്മയാണല്ലേ? അമ്മ. ഞങ്ങൾ ഇവിടെ ഉള്ളവരാണ്, തിരുവനന്തപുരത്തുള്ളവരാണ്. ഇപ്പോൾ മധുരയിൽ നിന്ന് വന്നിരിക്കുകയാണ് പൊങ്കാല ഇടാൻ വേണ്ടി. കൊച്ചുനാളിലേന്ന് ഇടുന്നതാണ്. ഇവിടെ അമ്മയും സഹോദരിമാരും ഒക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ഈ വർഷം ഇവിടെ വന്നിരിക്കുന്നു. ഈ 2-3 വർഷം ഇടാൻ പറ്റിയില്ല. എനിക്ക് 2-3 വർഷം ഇടാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അമ്മ അനുഗ്രഹിച്ചു, തീർച്ചയായിട്ടും അനുഗ്രഹിച്ചു. എല്ലാ സകല ഐശ്വര്യങ്ങളും എല്ലാവർക്കും അമ്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നന്നായി. ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരുന്ന അമ്മയാണല്ലേ? തീർച്ചയാണ്, ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരുന്ന അമ്മയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരുടെ ആഗ്രഹങ്ങളും അമ്മ നിറവേറ്റി തരും. അമ്മ സർവശക്തിയാണ്. ആറ്റുകാൽ ദേവി മധുര മീനാക്ഷിയാണ്. മധുരയിൽ നിന്ന് വന്നിരിക്കുകയാണ് പൊങ്കാലയിടാൻ. അമ്മയെ ശരണം ദേവി. ശരി ജയലക്ഷ്മി, അത് തന്നെയാണ് അമ്മ. ആറ്റുകാൽ അമ്മ എല്ലാവർക്കും അമ്മയെ പോലാണ്, സ്വന്തം മക്കളെ പോലെ അമ്മ തങ്ങളെ കരുതും എന്നൊരു വിശ്വാസത്തിലാണ് ഓരോ ഭക്തജനങ്ങളും ഇവിടേക്ക് എത്തുന്നത് എന്നതാണ് വാസ്തവം. ഇപ്പോൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഫാമിലി തന്നെ മധുരയിൽ നിന്ന് വരികയാണ്. അവരിവിടെ ട്രിവാൻഡ്രം ബേസ്ഡ് ആണെങ്കിൽ പോലും മധുരയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. പക്ഷേ വരികയാണ്. തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്. നമുക്കപ്പം പല വിധത്തിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. കാരണം ഈ ആളുകൾക്കൊക്കെയും ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ വലിയ സന്തോഷമാണല്ലോ. ചേച്ചി, എത്ര കാലമായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരികയാണ്? പൊങ്കാല ഇടുന്നത് എത്ര കാലമായിട്ട് ഇടുന്നുണ്ട്? കുറച്ചധികം നാളുകൊണ്ട് വരാനില്ല. എത്ര വർഷമായിട്ട് ഇടുന്നുണ്ട് പൊങ്കാല? സ്ഥിരം അത്ര പറയാൻ പറ്റത്തില്ല, എന്നാലും കുറേ കാലം കൊണ്ട് വരുന്നുണ്ട്. ഈ ആറ്റുകാൽ അമ്മ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വലിയ വികാരമാണ്, അമ്മയെ കാണാനായിട്ട്. അപ്പോൾ ചേച്ചിക്ക് ഇവിടെ വരുമ്പോൾ ഉള്ള ഒരു ഫീൽ എന്താണ്? ഇവിടെ വരുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. വരണമെന്നേ തോന്നുള്ളൂ. വരുമ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേകത തന്നെയാണ്. മോള് വരാറുണ്ടോ? ആറ്റുകാൽ അമ്മയോട് എന്താ പറയാ? ദൈവത്തിൻ്റെ കൂടെ പറയും, എനിക്ക് നന്നായി പഠിക്കാൻ പറ്റണം,
എന്നാൽ എല്ലാത്തിനും ഫുള്ള് വാങ്ങാൻ പറ്റണം. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3 ബിയില് 3 ബിയിലാണ് പഠിക്കുന്നത്. പേരെന്താ? ആലില. ആലില. അപ്പോൾ ആലിലയും അമ്മയും ഒക്കെ ഇവിടെ അമ്മയെ ഒരു നോക്ക് കാണാനായിട്ട് വന്നതാണ്. അവരുടെ 3 ബിയിൽ പഠിക്കുന്ന ആലിലയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ആഗ്രഹങ്ങൾ, സങ്കടങ്ങൾ പറയാനുണ്ടാകും. പലപ്പോഴും നേരത്തെ ഹരീഷ് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, ജയലക്ഷ്മി ശബരിമലയിൽ റിപ്പോർട്ട് ചെയ്തപ്പോഴുള്ള അവരുടെ അനുഭവം പറയുന്നുണ്ടായിരുന്നു. ഇത് സ്ത്രീകളുടെ ശബരിമലയാണ്. ശബരിമലയിൽ അയ്യനെ കാണുമ്പോൾ ഉറക്കെ വിളിക്കുന്ന ഒരു അന്തരീക്ഷമാണെന്ന് ഹരീഷ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിറകണ്ണുകളോടെ ദേവിയെ പ്രാർത്ഥിച്ച് നിൽക്കുന്നവരെയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഇവിടെ വന്നവരോട് ചോദിക്കുമ്പോഴാണെങ്കിലും അമ്മയാണ് എന്ന് പറയുമ്പോൾ കണ്ണ് നിറയില്ലല്ലോ ഓരോരുത്തരുടെയും. എല്ലാവരും ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവർ അങ്ങേയറ്റം വികാര നിർഭരമായിട്ടാണ് ആറ്റുകാലമ്മയോട് അമ്മയെ എന്ന് വിളിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഹൃദയത്തിൽ അങ്ങേയറ്റം ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ് ആറ്റുകാലമ്മ. ആഗ്രഹം പറയാൻ വേണ്ടിയിട്ട് നമ്മളോട് കുറച്ച് പേരുകൂടി നമുക്ക് അവരോടൊന്ന് സംസാരിക്കാം. എവിടത്തുകാരാണ്? തിരുവനന്തപുരത്തുള്ളവരാണോ? തിരുവനന്തപുരത്തുള്ളവരാണോ? ഞങ്ങൾ കാലിക്കറ്റ് കോഴിക്കോട് നിന്ന് വരികയാണ്. പൊങ്കാല ഇടാനായിട്ട് വന്നു. അതെ, നാളെ ഞങ്ങൾ ഭജന ഉണ്ട്. തരങ്കിണി ഭജന കോഴിക്കോട് അവതരിപ്പിക്കുന്ന ഞങ്ങൾ ഭജന ഗ്രൂപ്പിലാണ്. ഓക്കെ ശരി. അപ്പോൾ നിങ്ങളിപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ വരുന്നത് ആദ്യമായിട്ടാണോ? അല്ല, ഞാൻ 3-ാം തവണയാണ്. പൊങ്കാല ഇടുന്നത് എവിടെയാ? പൊങ്കാല അവിടെ വെങ്കടേശ്വരന്റെ ഫ്രണ്ടിലായിട്ട്. ശരി, നേരത്തെ സ്ഥലമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭക്തിഗാനം നാളെ എന്താണ്? ഞങ്ങള് തരങ്കിണി ഭജൻസിന്റെ ഭക്തിഗാന സ്തുതിയാണ്, ക്ലാസിക്കൽ ഭജൻസ്. ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഭജന അവതരിപ്പിക്കാനൊക്കെ വരുന്നത്? തവണയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയാണ്. അപ്പോൾ ആറ്റുകാല അമ്മയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആറ്റുകാലം അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. എല്ലാ പ്രാവശ്യം ഇവിടെ വന്ന് പൊങ്കാലിട്ട് കഴിഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തിയാണ്. പിന്നെ അമ്മേൻ്റെ കൃപ കൊണ്ടായിരിക്കും ഇങ്ങനെ പാടാൻ നമുക്കൊരു അവസരം കിട്ടി. അതിലൊക്കെ ഭയങ്കര സന്തോഷമാണ്. എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒന്ന് ഒത്തുകൂടും ആ സമയത്ത്. അതന്നെ, എല്ലാവരും കൂടെ. പിന്നെ അടുത്ത വർഷം വരാനുള്ള ഒരു തയ്യാറെടുപ്പ് അത് തന്നെയാണ്. അടുത്ത വർഷം വരാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇപ്പോഴേ തുടങ്ങുന്നു എന്നതാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് വന്നവരെയാണ് നമ്മൾ കണ്ടത്. നാളെ നമുക്കിപ്പം മറ്റു ചില ചേച്ചിമാർ കൂടി ഉണ്ട്. എവിടെ നിന്നാണ് ചേച്ചി? ഞങ്ങൾ കോഴിക്കോട് പന്തേങ്കര. കോഴിക്കോട് പന്തേങ്കര എന്നാണ്. എല്ലാവരും അവിടെ തന്നെയാണോ? എത്ര വർഷമായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്? 10 വർഷമായിട്ടുണ്ടാവും. 10 വർഷമായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്. നിങ്ങൾ എല്ലായ്പ്പോഴും എല്ലാ ടീമായിട്ട് തന്നെ വരുന്നത്? ആദ്യം വേറെ ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് വരാൻ തുടങ്ങി. ഈ ആറ്റുകാലമ്മ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും നിങ്ങളെല്ലാവരും വളരെയധികം കരയുന്ന മാതിരിയാണ് നിങ്ങൾ പറയുക. ഇവിടെ വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുക? അതേ ഒരു അവസ്ഥ തന്നെയാണ്. ഒരു സങ്കടം, കരഞ്ഞു പോയി കണ്ട് അമ്മാന്നുണ്ട് വിളിച്ചപ്പോഴത്തേക്ക്. അമ്മ ഭയങ്കര ശക്തിയുള്ള അമ്മയാണ്. എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്ന കാര്യം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ പൊങ്കാലയുടെ അത്ര നാട്ടിൽ നിന്ന് വന്നിട്ട് എല്ലാ കാര്യവും ഞങ്ങൾക്ക് സന്തോഷം. അത് തന്നെയാണല്ലേ ജയലക്ഷ്മി? അമ്മ, ആറ്റുകാൽ അമ്മ എന്ന് പറയുന്നത് ഇഷ്ടവരദായിനിയാണ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഒരു അമ്മയുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഓരോ ഭക്തജനങ്ങളും ഇവിടേക്ക് എത്തുന്നത്.